വിജിലൻസിൽ മുഖം മിനുക്കാൻ ആഭ്യന്തര വകുപ്പ് യോഗ്യതാ പരീക്ഷയിലൂടെ നിയമനം നടത്താനാണ് ആഭ്യന്തര വകുപ്പ് തയ്യാറെടുക്കുന്നത്. വിജിലൻസ് മാനുവൽ പരിഷ്കരണത്തിന് പിന്നാലെയാണ് പുതിയ നീക്കം. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ എസ് ശാലിനിയുണ്ട്. ശാലിനി, അങ്ങനെ ആഭ്യന്തര വകുപ്പ് തങ്ങളുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിലൊരു അഴിച്ചുപണി നടത്താൻ അല്ലെങ്കിൽ മുഖം മിനുക്കിയെടുക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? ആതിര, ഒരു പോലീസ് സേനയിൽ ഒരു കാര്യമായ മാറ്റം, സമഗ്ര വിപുലീകരണത്തിനാണ് ആഭ്യന്തര വകുപ്പ് ഒരുങ്ങുന്നത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു നടപടിയാണ് ഈ വിജിലൻസിൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു യോഗ്യതാ പരീക്ഷ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിജിലൻസ് മാനുവൽ പരിഷ്കരണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടുമുള്ളത്. ലോക്കൽ പോലീസിൽ 3 വർഷം പൂർത്തിയായവർ, ഒപ്പം തന്നെ വിജിലൻസിൽ നേരത്തെ പ്രവർത്തിച്ച ശേഷം മാതൃ യൂണിറ്റിലേക്ക് മടങ്ങിപ്പോയി അവിടെ 3 വർഷം പ്രവർത്തിച്ചവർ എന്നിങ്ങനെയാണ് യോഗ്യതാ മാനദണ്ഡം ഇതിനായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സ്വാധീനം വഴിയുള്ള നിയമനങ്ങളും അഴിമതിയും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യോഗ്യതാ പരീക്ഷ എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നമുക്ക് നൽകുന്ന വിവരം. അത് മാത്രമല്ല, CPO മുതൽ ഇൻസ്പെക്ടർ റാങ്ക് വരെയുള്ള ഡെപ്യൂട്ടേഷൻ കാലാവധി 5 വർഷമായി ചുരുക്കാനും ഈ വിജിലൻസിന്റെ മാനുവൽ പുതുക്കലിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ സമഗ്രമായ പരിഷ്കരണമാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റതിന് പിന്നാലെ പോലീസ് വകുപ്പിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളും ഒപ്പം തന്നെ അടിമുടി അഴിച്ചുപണി നടത്തണമെന്ന യോഗങ്ങൾ ചേർന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. DGPയുമായിട്ടൊക്കെ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് വിജിലൻസിലെ മാനുവൽ തിരുത്തുന്നത്. ഒപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള ചില പദ്ധതികൾക്ക് തുടക്കമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ്, ഇതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ കറകളഞ്ഞ ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിലൊരു നിർണായക തീരുമാനമെടുത്തിട്ടുള്ളത്. കേന്ദ്ര സേനയ്ക്ക് സമാനമായി തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം ജാക്കറ്റ് നിർബന്ധമാക്കാനും ധാരണയായിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ കൈക്കൂലി കേസുകളിൽ 6 മാസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാനും പ്രധാനപ്പെട്ട തീരുമാനമായി ഇതിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില എക്സൈസ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ചെക്ക് പോസ്റ്റുകളിലൊക്കെ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ സാധാരണക്കാരിൽ നിന്ന് പണം വാങ്ങി വാഹനങ്ങൾ കടത്തിവിടുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പെടുകയാണെങ്കിൽ കൃത്യമായി പരിശോധന നടത്തി 6 മാസത്തിനകം അതിന്റെ നടപടികൾ പൂർത്തീകരിക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ DGP മനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടറായി ചുമതലയേറ്റതിനു ശേഷമാണ് പുതിയ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ചീത്തപ്പേരുകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് സമഗ്ര മാറ്റം പോലീസ് സേനയിൽ മുഖം മിനുക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. നടപടികൾ പുരോഗമിക്കുകയാണ്. എസ് ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സൂചിപ്പിച്ച പോലെ ആ ചീത്തപ്പേരിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടാൻ ഇനിയെങ്കിലും നമ്മുടെ ആഭ്യന്തര വകുപ്പിന് അതിലൂടെ കഴിയട്ടെ എന്ന് നമുക്ക് പറയാം.